ഒരു കഥാകാരനും 3 ഡയറികളും. നോവൽ അധ്യായം 4. കഥാകാരനും ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ജയന് പരിചയമില്ലാത്ത ഒരിടത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നു. അവിടെ ചെന്നിട്ട് ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ച് വെറുതെ നടക്കുന്നു. നടന്ന് അവിടെയുള്ള ഒരമ്പലത്തിൽ ചെന്നെത്തുന്നു. അവിടെ വെച്ച് 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ അച്ഛനാണെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ പറയുന്നു. അവളുടെ അമ്മയെന്ന് തോന്നിക്കുന്ന ആ കുട്ടിയുടെ കൂടെയുള്ള ഒരു സ്ത്രീയും അയാൾ കുട്ടിയുടെ അച്ഛനാണെന്ന് വിചാരിച്ച് അയാളുമായി വഴക്കുണ്ടാക്കുന്നു. അയാൾ കുട്ടിയുടെ അച്ഛനല്ലെന്ന് മനസ്സിലാവുമ്പോൾ മാപ്പ് പറയുന്നു. ഗീതയ്ക്ക് ആ കുട്ടിയുടെ അച്ഛൻ കുട്ടിയെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് അവൾക്ക് എല്ലാ ആണുങ്ങളോടും വിരോധമാണെന്ന് പറയുമ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഒരു തെറ്റ് ചെയ്തു പോയ ഒരു സ്ത്രീയെക്കുറിച്ച് ജയൻ പറയുന്നു. എന്നാൽ അയാൾക്ക് മറ്റു സ്ത്രീകളോട് വെറുപ്പില്ലെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഗീത ആ സ്ത്രീയെക്കുറിച്ച് അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഗീത അമ്പലത്തിൽ വരുന്നത് മാനസിക പ്രയാസം കൊണ്ടാണെന്നും പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ജയൻ ചോദിക്കുന്നു. അതെല്ലാം എഴുതിയ കുറേ ഡയറികളുണ്ടെന്ന് ഗീത പറയുന്നു. അത് വായിക്കാൻ ജയന് കൊടുക്കുന്നു. അമ്പലത്തിൽ നിന്നും ഗീതയും കുട്ടിയും അയാളും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ ജയൻ ആ സ്ത്രീയുടെ കഥ പറയുന്നു. രാഘവൻ നായർ എന്ന ആയുർവേദ ഡോക്ടർക്കും അയാളുടെ ഭാര്യയായ പാർവതിക്കും കൂടി ഒരു മകനാണുള്ളത്. രാഘവൻ നായർക്ക് തലവേദന വരുന്നു. അത് കൂടുമ്പോൾ അയാളുടെ ഭാര്യ അയാളെ കൂട്ടുകാരനായ ഡോക്ടർ സത്യപാലിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഇടയ്ക്ക് ഡോക്ടർ സത്യപാലിൻ്റെ ഭാര്യ പിണങ്ങി അവരുടെ വീട്ടിൽ പോകുന്നു. ഒരു ദിവസം രാഘവൻ നായർ ഒരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അയാളുടെ ബോധം പോകുന്നു. അതിനുശേഷം ഡോക്ടർ വീട്ടിൽ വന്ന് ചികിത്സിക്കുന്നു. ഒരു ദിവസം ഡോക്ടർ പാർവതിയോട് പറഞ്ഞു, അയാൾക്ക് ആ വീട്ടിൽ വരുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും പ്രത്യേക സന്തോഷം തോന്നാറുണ്ടെന്ന്. ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ പാർവതിക്ക് വിഷമം തോന്നി. അയാളുടെ ഭാര്യയുടെയും പാർവതിയുടെയും സ്വഭാവം തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അവരുടെ തെറ്റിദ്ധാരണ മാറുന്നു. കഥ മുന്നോട്ടറിയാൻ ഈ കഥയുടെ അധ്യായം 4 തുടർന്ന് വായിക്കുക. ഈ ചാനലിൽ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ കഥകളും കവിതകളും ലേഖനങ്ങളും മറ്റും ഇഷ്ടപ്പെടുകയും വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പുതിയതായി വരുന്ന ശ്രോതാക്കൾക്കും ഈ എളിയ ചാനലിൻ്റെ നന്ദിയും നമസ്കാരവും അർപ്പിക്കുന്നു. ഈ കഥ വിശദമായി അറിയാൻ ഇതിൻ്റെ അധ്യായങ്ങൾ 1, 2, 3 മുഴുവനായി വായിക്കുക. ഒരു കഥാകൃത്തും 3 ഡയറികളും. നോവൽ അധ്യായം 4. ജയൻ അന്ന് രാത്രിയിൽ കിടക്കാൻ തുടങ്ങുമ്പോൾ ഗീത കൊടുത്ത ഡയറികളുടെ കാര്യം ഓർമ്മ വന്നു. ശ്രദ്ധിച്ചപ്പോൾ നീല നിറമുള്ള ഡയറിയാണ് പഴക്കം കൂടിയെന്ന് അയാൾക്ക് മനസ്സിലായി. അത് എടുത്ത് ആദ്യത്തെ പേജ് തുറന്ന് വായിക്കാനൊരുങ്ങി. പേര് വിലാസിനി ആർ. വീട്ടുപേര് അരുണിമ. വിദ്യാഭ്യാസം BA B.Ed. പിന്നീടുള്ള പല കോളങ്ങളിലും ഒന്നും എഴുതിയിട്ടില്ല. ജനനത്തീയതി തൊട്ട് കണക്ക് കൂട്ടിയാൽ ഇന്നേക്ക് 30ഓളം വയസ്സ് ആയിട്ടുണ്ടാകും. ആ ഡയറിയിലെ ജനുവരി 1-ാം തീയതി മുതലുള്ള പേജുകളിൽ എഴുതിയിട്ടുള്ള ഓരോ കാര്യങ്ങളും അയാൾ വായിച്ചെങ്കിലും ജൂലൈ 4 ഞായറാഴ്ച വരെ കാര്യമായിട്ടുള്ളതൊന്നും അതിൽ എഴുതിയിട്ടില്ല. ജൂലൈ 5 തിങ്കളാഴ്ച. സമയം 5:30 മണിയായപ്പോൾ പതിവ് പോലെ ഞാൻ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ പോകുവാനായി ബസ് കാത്തു നിന്നു. ആദ്യം വന്ന ബസ് നിർത്താതെ പോയി. പിന്നീട് വന്ന ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും ഉള്ളിൽ കയറുവാൻ കഴിഞ്ഞു. ബസ് മുന്നോട്ട് പോയി. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടും കണ്ടക്ടർ എൻ്റെ അടുത്ത് എത്തിയില്ല. അല്പം തിരക്കൊഴിഞ്ഞാൽ സൗകര്യമായി കാശെടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ടിക്കറ്റിനായി ധൃതി കൂട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ തിരക്കി എൻ്റെ അടുത്തെത്തി. ഞാൻ ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞു കൊടുത്തു. അയാൾ ടിക്കറ്റ് തന്നു. വാനിറ്റി ബാഗ് തുറന്ന് അതിൽ പേഴ്സിനായി തപ്പി നോക്കിയെങ്കിലും കിട്ടിയില്ല. അപ്പോഴേക്കും കണ്ടക്ടർ മറ്റുള്ളവർക്ക് ടിക്കറ്റ് കൊടുക്കുവാൻ പോയി. ബസ്സിലെ തിരക്ക് കാരണം ശരിയായി ബാഗിനുള്ളിൽ തപ്പി നോക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും പേഴ്സ് കയ്യിൽ കിട്ടാതിരുന്നതെന്ന് ഞാൻ ആശ്വസിച്ചു. ബസ്സിലെ തിരക്കൊഴിഞ്ഞപ്പോൾ വാനിറ്റി ശരിക്കും പരിശോധിക്കാൻ കഴിഞ്ഞു. അപ്പോൾ പേഴ്സ് എടുത്തിട്ടില്ലെന്നും ഉറപ്പായി. കയ്യിലിരുന്ന ടിക്കറ്റ് എന്നെ നോക്കി കൊഞ്ഞണം കുത്തി കാണിക്കുന്ന പോലെ തോന്നി. അപ്പോഴേക്കും കണ്ടക്ടർ എന്നോട് കാശ് ചോദിക്കാനായി എത്തി.
പരിഭ്രാന്തി കണ്ടപ്പോൾ കണ്ടക്ടർക്ക് എൻ്റെ കയ്യിൽ കാശില്ലെന്ന് മനസ്സിലായി. കാശില്ലെങ്കിൽ ഇവിടെ ഇറങ്ങിക്കൂ, അയാൾ അല്പം പരുഷമായി പറഞ്ഞു. ഈ സംസാരം കേട്ടിട്ട് തൊട്ടു മുന്നിൽ നിന്ന ഒരു ചെറുപ്പക്കാരൻ ഇടപെട്ടുകൊണ്ട് കണ്ടക്ടറോട് പറഞ്ഞു, അല്പം കൂടി മര്യാദയാകാം. എത്രയാണ് ചാർജ്? അത് ഞാൻ തന്നേക്കാം. കണ്ടക്ടർക്ക് അപ്പോൾ അല്പം ജാള്യത തോന്നി. അദ്ദേഹം കണ്ടക്ടറോട് തുടർന്ന് പറഞ്ഞു, ഓസിന് യാത്ര ചെയ്യുന്നവർ ഈ ബസ്സിലുണ്ട്. ഞാൻ കാണിച്ചു തരാം, പിടിക്കാമെങ്കിൽ പിടിച്ചോ. ദേ ആ ഫുട്ബോർഡിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആ 2 പേരും കയറിയപ്പോൾ മുതൽ അവിടെ തന്നെ നിൽക്കുകയാണ്. ടിക്കറ്റ് വാങ്ങാതെ തന്നെ അവർ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങുകയും ചെയ്യും. ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. എനിക്കവരെ അറിയാം. അപ്പോൾ കണ്ടക്ടർ ഉടനെ തിക്കി തിരക്കി അവരുടെ അടുത്തെത്തിയപ്പോഴേക്കും ബസ് ഒരു സ്റ്റോപ്പ് അടുക്കാറായതുകൊണ്ട് അതിൻ്റെ സ്പീഡ് കുറഞ്ഞു. ആ 2 പേരും വണ്ടി നിർത്താൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചാടി ഇറങ്ങിപ്പോവുകയും ചെയ്തു. ബസ്സിലുണ്ടായിരുന്ന ചിലർ അത് കണ്ട് ചിരിച്ചു. ഞാനും അദ്ദേഹവും തമ്മിൽ നോക്കി പുഞ്ചിരിച്ചു. കണ്ടക്ടർക്ക് അപ്പോൾ ലേശം ജാള്യത തോന്നി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ടിക്കറ്റിന് രൂപ കൊടുത്ത സാർ പുറകിലേക്ക് പോയി എവിടെയോ ഇരുന്നു. കുറേ നേരം കൂടി ബസ് ഓടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പെത്തി. ഞാൻ ബസ്സിൻ്റെ മുൻവശത്തെ വാതിലിൽ കൂടിയാണ് ഇറങ്ങിയത്. ബസ് മുന്നോട്ട് നീങ്ങിയപ്പോൾ അദ്ദേഹം ആ ബസ്സിലുണ്ടോ എന്ന് ഞാൻ എത്തി വലിഞ്ഞു നോക്കി. എന്നാൽ അദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ഒരു താങ്ക്സ് പോലും എനിക്ക് പറയാൻ കഴിയാഞ്ഞതിൽ വിഷമം തോന്നി. അല്പദൂരം നടന്നപ്പോഴേക്കും ആ സാർ കുറച്ച് മുന്നിൽ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. അല്പം വേഗത കൂട്ടി നടന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, സാറിനോടൊരു നന്ദി വാക്ക് പോലും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. താങ്ക്സ് സർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് കർത്തവ്യബോധമുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടതേ ഞാൻ ചെയ്തുള്ളൂ. അതുകൊണ്ട് അത് വിട്ടേക്കൂ. എന്നാൽ ഞാൻ പോകട്ടെ. ഒരു നിമിഷം നിൽക്കൂ സാർ. സാർ എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമില്ലേ? അതിനടുത്ത് തന്നെയാണ്. എൻ്റെ വീടും ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ്. നമുക്ക് ഒരുമിച്ച് പോയാൽ ഞാൻ വീട്ടിൽ കയറി സാർ ആ ടിക്കറ്റിന് കൊടുത്ത ചാർജ് ഞാനെടുത്ത് തരാമായിരുന്നു. അതൊന്നും സാരമില്ല, എനിക്ക് സ്വല്പം ധൃതിയുണ്ട്, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ പെട്ടെന്ന് നടന്നു പോയി. ജൂലൈ 20 ചൊവ്വാഴ്ച. ജോലിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനായി ബസ്സിൽ വന്നിറങ്ങി. സ്ഥിരമായി സാധനങ്ങൾ വാങ്ങുന്ന കട കണ്ടപ്പോഴാണ് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന കാര്യം ഓർമ്മ വന്നത്. സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അതിൻ്റെ വില കൊടുത്തിട്ട് കടയിൽ നിന്ന് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ടിക്കറ്റിന് രൂപ കൊടുത്ത സാർ അല്പം അകലെ നിന്ന് നടന്നു വരുന്നത് കണ്ടു. എൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാനും ഒപ്പം നടന്നു. ഞാൻ കൂടെ നടക്കുമ്പോഴും അദ്ദേഹം എന്നെ കണ്ടതേയില്ല. കുറച്ച് ദൂരം ഞാൻ ഒപ്പം നടന്നിട്ടും സാർ എന്നെ നോക്കാഞ്ഞതുകൊണ്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എന്നെ അറിയുമോ? അപ്പോഴാണ് അദ്ദേഹം എന്നെ കണ്ടത്. എന്തോ ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ലല്ലോ, പക്ഷേ എവിടെയോ വച്ച് കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. എൻ്റെ പേര് വിലാസിനി. സാറാണ് അന്നൊരിക്കൽ എൻ്റെ ടിക്കറ്റിൻ്റെ രൂപ കൊടുത്തത്. അന്ന് മുതൽ ഞാൻ സാറിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്തിന്? ആ രൂപ തിരിച്ചു തരാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, എനിക്ക് ആ രൂപ കിട്ടിയിട്ട് വേണോ മാളിക വയ്ക്കാൻ? അതുകൊണ്ട് അത് മറന്നേക്കൂ. അയ്യോ സാർ, അങ്ങനെ പറയരുത്. ആ രൂപ ഇതുവരെയും തിരിച്ചു തരാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. എന്നാൽ ആ രൂപ എനിക്ക് തന്നിട്ട് പോയി സുഖമായി കിടന്നുറങ്ങിക്കോളൂ. അദ്ദേഹം രൂപയ്ക്കായി കൈ നീട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോഴെങ്ങനെയാണ് ഞാൻ പേഴ്സ് തുറക്കുന്നത്? എൻ്റെ 2 കൈകളിലും സാധനങ്ങളാണല്ലോ. ഞാനൊരു കാര്യം പറയാം. എൻ്റെ വീട് കഴിഞ്ഞാണല്ലോ സാറിൻ്റേത്. അതുകൊണ്ട് പോകുന്ന വഴി വീട്ടിൽ നിന്ന് കയറിയാൽ അന്നേരം ഞാൻ രൂപ എടുത്ത് തരാം. കൂടാതെ അച്ഛൻ പറഞ്ഞു, നിന്നെ സഹായിച്ച ആ സാറിനെ നീ ഇതുവരെ വീട്ടിലോട്ട് ക്ഷണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? സാറ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടാമായിരുന്നല്ലോ. വീട്ടിൽ കയറാതെ പോകുവാൻ അദ്ദേഹം ചില തടസ്സങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ നിർബന്ധിച്ചപ്പോൾ കൂടെ വീട്ടിൽ വന്നു. അവിടെ അപ്പോൾ അനിയത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളോട് ചോദിച്ചപ്പോൾ അച്ഛൻ 4 മണിയായപ്പോൾ പുറത്തെവിടെയോ പോയെന്നും അമ്മ 5 മണി കഴിഞ്ഞപ്പോൾ
അമ്പലത്തിലും പോയെന്നവൾ പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ടിക്കറ്റിന് കൊടുത്ത രൂപയും വാങ്ങിയിട്ട് അച്ഛനെയും അമ്മയെയും കാണാനായി പിന്നീടൊരിക്കൽ വരാമെന്ന് പറഞ്ഞിട്ട് ധൃതിയിൽ നടന്നുപോയി. ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. എങ്കിലും ടിക്കറ്റ് ചാർജ് മടക്കി കൊടുക്കുവാൻ കഴിഞ്ഞതിൽ ആശ്വാസം തോന്നി. ഓഗസ്റ്റ് 11 ശനിയാഴ്ച. അന്ന് 2ാം ശനിയാഴ്ച ആയിരുന്നു. അനിയത്തി ഗീത അടുത്ത വീട്ടിൽ കളിക്കുവാൻ പോയിരിക്കുകയായിരുന്നു. അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അത്യാവശ്യമായി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിനായി ഞാൻ ഗേറ്റ് തുറന്ന് വെളിയിലേക്ക് ഒരു കാലെടുത്ത് വെച്ചതും അദ്ദേഹം ദൂരെ നിന്നും നടന്നു വരുന്നത് കണ്ടു. അടുത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് വന്നിട്ട് അച്ഛനെയും അമ്മയെയും സാറിന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പോൾ വന്നാൽ അവർ 2 പേരും വീട്ടിലുണ്ട്. അതുകൊണ്ട് വരൂ, കയറിയിട്ട് പോകാം. പല കാരണങ്ങളും പറഞ്ഞ് അദ്ദേഹം കയറാതെ പോകാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ നിർബന്ധം മൂലം വീട്ടിലേക്ക് കയറി വന്നു. ആ നേരത്ത് അച്ഛൻ മുറ്റത്ത് കൂടുതലായി വളർന്നു നിൽക്കുന്ന ചെടികൾ മുറിച്ചു മാറ്റുകയായിരുന്നു. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ അച്ഛൻ ആ ജോലി മതിയാക്കി. എന്നിട്ട് കൈകൾ കൂപ്പിക്കൊണ്ട് അദ്ദേഹത്തെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ചു. ഇതാരാ വന്നിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. അമ്മയപ്പോൾ സ്വീകരണമുറിയിൽ നിലത്തിരുന്ന് ഏതോ മാസിക നോക്കുകയായിരുന്നു. അദ്ദേഹം മുറിക്കുള്ളിൽ കടന്നപ്പോൾ അമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് മാറി ഒതുങ്ങി നിന്നു. അച്ഛൻ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തോട് ഇരിക്കുവാൻ പറഞ്ഞു. ഞാനപ്പോൾ വാതിലിൽ ചാരി നിൽക്കുകയായിരുന്നു. അച്ഛൻ, സാറിൻ്റെ പേര് എന്താണ്? ഇവളോട് ചോദിച്ചിട്ട് അറിയില്ലെന്നാണ് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് നേരാണല്ലോ. 2-3 പ്രാവശ്യം കണ്ടുമുട്ടിയിട്ടും ഇതുവരെയും പേരോ ജോലിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും ചോദിക്കാനുള്ള സൗകര്യവും മനസ്സുമില്ലാതെ പോയതിൽ അപ്പോൾ എനിക്ക് ചെറിയ വിഷമമുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാൻ തയ്യാറായി നിന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് രാജേഷ്. അങ്ങ് ടൗണിലുള്ള കോളേജിൽ ലെക്ചറായിട്ട് ജോലി ചെയ്യുന്നു. ഇവിടെ അടുത്തുള്ള ഗണപതി അമ്പലത്തിനടുത്ത് ഒരു വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ആട്ടെ, വിലോസിന് എന്ത് ജോലി ചെയ്യുന്നു? എന്നോടായിരുന്നു ചോദ്യമെങ്കിലും ഞാൻ അതിന് മറുപടി പറയാനായി തുനിഞ്ഞപ്പോഴേക്കും അമ്മ പെട്ടെന്ന് പറഞ്ഞു, വിലാസിന് മോൾ ഹൈസ്കൂൾ ടീച്ചറാണ്. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം കൊണ്ട് ഞാൻ തോറ്റു. എനിക്ക് രാജേഷ് സാറിനോട് സംസാരിക്കാനുള്ള നല്ലൊരു സന്ദർഭം അമ്മ നശിപ്പിച്ചു കളഞ്ഞു. പോട്ടെ. അച്ഛൻ, സാറിന് കുടിക്കാൻ ചായയോ കാപ്പിയോ? എന്താണ് വേണ്ടത്? രാജേഷ്, അയ്യോ, എനിക്കിപ്പോഴൊന്നും വേണ്ട. അച്ഛൻ, അത് പറഞ്ഞാൽ പറ്റില്ല. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, നീ പോയി കുറച്ച് ചായ ഉണ്ടാക്കും. ഞാൻ ഓർത്തു, രാജേഷ് നല്ല പേര്, പക്ഷേ രാജേഷ് ചേട്ടൻ എന്ന് വിളിക്കാനും കേൾക്കാനും അത്രയ്ക്ക് സുഖം പോരാ. അതുകൊണ്ട് ഞാൻ രാജേട്ടൻ എന്ന് മനസ്സിൽ പറഞ്ഞു നോക്കി. കൊള്ളാം, വിളിക്കാനും എളുപ്പമായി, കേൾക്കാനും ഒരു സുഖമുണ്ട്. പക്ഷേ അങ്ങനെ ഞാൻ വിളിച്ചാൽ നീ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ എന്തോ. ഏതായാലും ഒറ്റയ്ക്ക് കാണുമ്പോൾ ആദ്യം അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നറിയണം. എന്നിട്ട് മതിയല്ലോ രാജേട്ട എന്ന് വിളിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. തൽക്കാലം ആ കാര്യം മനസ്സിൻ്റെ ഒരു കോണിലേക്ക് മാറ്റിവെച്ചു. അമ്മ ചായ ഉണ്ടാക്കാൻ പോയി. അച്ഛൻ എന്നോടായി പറഞ്ഞു, നീ എന്താ ഗീതയെ വിളിക്കാൻ പോയിട്ട് വിളിക്കാതിങ്ങി വന്നത്? അപ്പോഴാണ് സാറ് വരുന്നത് കണ്ടത്. എന്നിട്ട് അദ്ദേഹത്തോടായി അച്ഛൻ പറഞ്ഞു, കേട്ടോ രാജേഷ് സർ, നാളെ ഇവളുടെ പിറന്നാളാണ്. ഞങ്ങൾ വേറെ ആരെയും വിളിക്കുന്നില്ല. അതുകൊണ്ട് സാർ തീർച്ചയായും വരണം. നാളെ എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും സാർ കഴിവതും വരാൻ ശ്രമിക്കുക. ശരി, നോക്കട്ടെ. ഞാനെങ്ങനെ എൻ്റെ പിറന്നാളിന് അദ്ദേഹത്തെ ക്ഷണിക്കുമെന്ന് വിചാരിച്ച് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അച്ഛൻ അദ്ദേഹത്തെ ക്ഷണിച്ചത്. അതേതായാലും നന്നായി എന്ന് ഞാൻ ആശ്വസിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അസൗകര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. നാളെ അദ്ദേഹത്തെ കൂടി എൻ്റെ പിറന്നാളിൽ പങ്കെടുപ്പിക്കുവാൻ കരുണയുണ്ടാകണമേ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗീതയെ വിളിക്കുവാനായി പോയി. ഓഗസ്റ്റ് 12 ഞായറാഴ്ച കാലത്തെ എഴുന്നേറ്റു. പ്രഭാതകൃത്യങ്ങളെല്ലാം
കഴിഞ്ഞ ഗീതയും ഞാനും കൂടി അമ്പലത്തിൽ പോയി തൊഴുതു വന്നു. പ്രഭാത ഭക്ഷണം കഴിച്ചെന്ന് വരുത്തിയിട്ട് സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങളിൽ ഞാനും അമ്മയും വ്യാപൃതരായി. മണി 12:30 കഴിഞ്ഞപ്പോഴേക്കും എല്ലാം തയ്യാറായി കഴിഞ്ഞിരുന്നു. 1 മണിവരെ അദ്ദേഹത്തെ കാത്തിരുന്നിട്ടും കാണാഞ്ഞപ്പോൾ അച്ഛൻ്റെ ക്ഷമ നശിച്ചതുകൊണ്ട് പറഞ്ഞു, സാറിനെ ഇതുവരെയും കണ്ടില്ലല്ലോ, വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നല്ലേ പറഞ്ഞിരുന്നത്? അതിനാൽ ഇനി വരില്ലായിരിക്കും. ഏതായാലും നമുക്ക് തുടങ്ങാം. നിലത്ത് 2 പായ വിരിച്ചു. ഒന്നിൽ അച്ഛനും മറ്റൊന്നിൽ അമ്മയും അനുജത്തിയും ഇരുന്നു. 3 ഇലയിട്ടു. വിളമ്പാൻ നിന്നത് ഞാനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗേറ്റിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. വിഭവങ്ങൾ എടുത്തു വച്ചപ്പോഴേക്കും ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ രാജേഷ് സാർ വരുന്നു. എനിക്ക് വലിയ സന്തോഷമായി. വന്ന ഉടനെ ക്ഷമാപണമെന്ന പോലെ അദ്ദേഹം പറഞ്ഞു, അത്യാവശ്യമുള്ള പല ജോലികളും ചെയ്യുവാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ അല്പം താമസിച്ചത്. അച്ഛൻ പറഞ്ഞു, അത് സാരമില്ല, എങ്കിലും വന്നല്ലോ. അത് മതി, സാറിരിക്കെ. അച്ഛനും അദ്ദേഹവും ഇരുന്നത് അടുത്തടുത്തായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ഇലയിട്ട് കൊടുത്തു. എല്ലാവർക്കും ചോറും മറ്റു വിഭവങ്ങളും വിളമ്പുന്ന കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 വിഭവങ്ങൾ അല്പം കൂടുതൽ വിളമ്പിയതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, വച്ചതല്ല എനിക്ക് തന്നെ വിളമ്പിയെന്ന് തോന്നുന്നല്ലോ. ഞാൻ വലിയ ശാപ്പാട്ടുരാമനും മറ്റുമല്ല, കുറച്ച് മാത്രം വിളമ്പിയാൽ മതി. അദ്ദേഹം അങ്ങനെ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു. എനിക്ക് ചെറിയ നാണം തോന്നി. ഞാൻ അനിയത്തിക്ക് സാമ്പാർ ഒഴിച്ചു കൊടുത്തത് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടായിരുന്നു. സാമ്പാർ നിലത്തൊഴിക്കുന്നത് കണ്ടിട്ട് അനുജത്തി എന്നെ ചേച്ചി എന്ന് വിളിച്ചതുകൊണ്ട് കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടായില്ല. ഉണ്ണുന്നതിനിടയിൽ അദ്ദേഹം അമ്മയോട് ചോദിച്ചു, ഈ കറികളൊക്കെ വെച്ചതാരാണ്? എല്ലാം നന്നായിരിക്കുന്നു. അമ്മ പറഞ്ഞു, വിലാസിനിയാണ് കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കിയത്. മോള് നല്ലൊരു പാചകക്കാരി കൂടിയാണ്. പാചകക്കാരി കൂടിയാണെന്ന് പറഞ്ഞപ്പോൾ മറ്റു കാര്യങ്ങൾ കൂടി വശമുണ്ടെന്ന് അർത്ഥമുണ്ടല്ലോ. അപ്പോൾ വേറെ എന്തെല്ലാമാണ് അറിയാവുന്നത്? അമ്മ പറഞ്ഞു, പാട്ടും തുന്നലും പഠിച്ചിട്ടുണ്ട്. കൊള്ളാമല്ലോ. വിലാസിനിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, സെപ്റ്റംബർ 4 മുതൽ ഓണത്തിൻ്റെ അവധി തുടങ്ങുകയല്ലേ, രാജേഷ് സാർ വരുമോ? സാർ, ഇല്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോകും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ വരികയുള്ളൂ. കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്നത്തെ എൻ്റെ ജന്മദിനവും ഓർമ്മയിലെന്നും സൂക്ഷിക്കാൻ കൊള്ളാവുന്ന ഒന്നായി മാറി. സെപ്റ്റംബർ 14 ചൊവ്വാഴ്ച വൈകിട്ട് ഞാൻ ഗേറ്റിനടുത്ത് പച്ചക്കറിക്കാരൻ ഉന്തുവണ്ടിയിൽ സാധനങ്ങളുമായി വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ദൂരെ നിന്ന് രാജേഷ് സാർ കുറേ സാധനങ്ങൾ അടങ്ങിയ ഒരു പ്ലാസ്റ്റിക് സഞ്ചി തൂക്കിപ്പിടിച്ചുകൊണ്ട് നടന്നു വരുന്നത് കണ്ടു. ഞാൻ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു. പൊടുന്നനെ സഞ്ചി പൊട്ടി അതിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം റോഡിൽ വീഴുകയും ചെയ്തു. പെട്ടെന്ന് ഞാൻ ഓടിച്ചെന്നു. റോഡിൽ കിടന്നിരുന്ന സാധനങ്ങളടങ്ങിയ പൊതിയിൽ 4 എണ്ണം ഞാനെടുത്തു. ബാക്കി പൊതികൾ അദ്ദേഹവും എടുത്തുകൊണ്ട് 2 പേരും വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ബലമേറിയ ഒരു പ്ലാസ്റ്റിക് സഞ്ചി എടുത്ത് അതിൽ കൊണ്ടുവന്ന പൊതികളെല്ലാം വെച്ചു കൊടുത്തു. അദ്ദേഹം അതിലൊരു പൊതി അടിച്ചു. അതിൽ 5 പഴുത്ത മാങ്ങകളായിരുന്നു. അതിലൊരെണ്ണം മാത്രം എടുത്തിട്ട് ബാക്കി ഞങ്ങൾക്ക് തന്നു. എന്നിട്ട് സഞ്ചിയും എടുത്ത് അദ്ദേഹം പോയി. അന്ന് തന്നെ ഞങ്ങൾ ആ മാങ്ങകളെല്ലാം തിന്നു തീർത്തു. നല്ല സ്വാദുള്ള മാങ്ങകളായിരുന്നതുകൊണ്ട് അതിൻ്റെ വിത്ത് നടുന്നതിനായി എടുത്തു സൂക്ഷിച്ചു വെച്ചു. സെപ്റ്റംബർ 18 ശനിയാഴ്ച. ഇന്ന് ആ 3 മാങ്ങാ വിത്തുകളും നട്ടു. പിന്നീടുള്ള പല ദിവസങ്ങളിലും വെള്ളമൊഴിച്ച് കൊടുക്കുകയും കിളിച്ച് മുകളിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുകയും മറ്റും ചെയ്തിരുന്നെന്ന് എഴുതിയിരുന്നു. വേറൊരു ദിവസം ആ വിത്തിൽ ഒരെണ്ണം മാത്രം കിളിച്ചതായി സൂചിപ്പിച്ചിരുന്നു. ഒരിടത്ത് ആ മാവ് 4 അടി ഉയരം വെച്ചെന്നും എഴുതിയതായി കണ്ടു. മുന്നോട്ടുള്ള കഥയറിയാൻ അധ്യായം 5 തുടർന്ന് വായിക്കുക. താമസിയാതെ അധ്യായം 5 പ്രസിദ്ധീകരിക്കുന്നത്.